ഹലോ സ്റ്റുഡൻസ്, വെൽക്കം ടു ഫ്ലൂയിഡ് മെക്കാനിക്സ്. സോ നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൻ്റെ അവസാന സെക്ഷൻ ആയിരിക്കും ഇത്. ഇതോടുകൂടി നമ്മൾ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൻ്റെ ഓൾമോസ്റ്റ് എക്സാംസിന് ചോദിക്കുന്ന എല്ലാ ഏരിയാസും കവർ ഓൾമോസ്റ്റ് കഴിയും. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ക്വസ്റ്റ്യൻ: വോർട്ടിസിറ്റി ഈസ് 2 times റൊട്ടേഷൻ, 1.5 times റൊട്ടേഷൻ, 3 times റൊട്ടേഷൻ ഈക്വൽ ടു റൊട്ടേഷൻ. നമ്മളിത് കണ്ടിരുന്നു. എന്താണ് റൊട്ടേഷൻ അല്ലെങ്കിൽ റൊട്ടേഷണൽ കമ്പോണൻറ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഒമേഗയായിരുന്നു. അതിനെ നമ്മൾ ഏറ്റവും എളുപ്പം ഡിനോട്ട് ചെയ്യുന്ന ഡെൽ ക്രോസ് വി, അതിൻ്റെ ഹാഫ്. ഇതായിരുന്നു പഠിച്ചത്. അല്ലെങ്കിൽ ഇതിനെ എങ്ങനെ എഴുതാം? നമ്മൾ പറഞ്ഞു കേൾ വിയുടെ ഹാഫ്. ഈ ഹാഫ് മറന്നു പോകരുത്, ഇത് റൊട്ടേഷൻ ആണെങ്കിൽ. വോർട്ടിസിറ്റി അതിനോടൊപ്പം തന്നെ നമ്മൾ പഠിച്ചു. വോർട്ടിസിറ്റി എന്തായിരുന്നു? 2 times റൊട്ടേഷൻ. അപ്പോൾ എല്ലാം ഇൻറ്റു എല്ലാത്തിൻ്റെയും കൂടെ 2 മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ ഹാഫും 2ഉം കൂടെ ക്യാൻസലായി പോകും. അന്നേരം എന്ത് വരും? ഒന്നെങ്കിൽ ഡെൽ ക്രോസ് വി എന്ന് പറയാം, അല്ലെങ്കിൽ കേൾ വി എന്ന് പറയാം. ഇവിടെ സിമ്പിളായിട്ടുള്ള വോർട്ടിസിറ്റി ഡയറക്റ്റ് ക്വസ്റ്റ്യൻ എന്താണ്? ഇറ്റ് ഈസ് 2 times റൊട്ടേഷൻ. ഓപ്ഷൻ എ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: ഇഫ് എക്സ് ആൻഡ് വൈ കമ്പോണൻസ് ഓഫ് വെലോസിറ്റി ഇൻ 2D ഫ്ലോ, 2D ഇൻകംപ്രസിബിൾ ഫ്ലോ ആർ ഗിവൺ ആസ് യു തന്നിട്ടുണ്ട് 3x + 3y, വി 2x - 3y, ദ വാല്യൂ ഓഫ് വോർട്ടിസിറ്റി. അപ്പോൾ വോർട്ടിസിറ്റി ഒമേഗ ഇസഡ് ആണ് വേണ്ടത്. ഒമേഗ ഇസഡ്. ഇതിൻ്റെ എന്താണ്? ഒമേഗ ഇസഡ് അല്ല വേണ്ട, എന്തോ വോർട്ടിസിറ്റി ഒമേഗ ഇസഡ് ആണ് വേണ്ടത്. ഒമേഗ ഇസഡ് നമുക്കറിയാം. ഒമേഗ ഇസഡ് എന്താ? ആ ഇക്വേഷൻ എങ്ങനെയായിരുന്നു? ഒന്ന് ഓർത്തെടുത്ത്. ഹാഫ് ഇൻറ്റു ഇസഡ് കഴിഞ്ഞാൽ അടുത്ത കോർഡിനേറ്റ് എന്ത്? എക്സ്. അത് കഴിഞ്ഞാൽ വൈ. വൈയുടെ വെലോസിറ്റി കമ്പോണൻറ്റ് എന്താ? ഡോ വി. എക്സിൻ്റെ ഡോ യു. ഇത് ചെയ്യാം. ഹാഫ് ഇൻറ്റു ഡോ വി ബൈ ഡോ എക്സ്. വി ഇതാണ്. ഇതിൽ നിന്നും ഡോ വി ബൈ ഡോ എക്സ് എന്ത് വരും? 2 വരും. ഇതിൽ നിന്നും ഡോ യു ബൈ ഡോ വൈ എന്ത് വരും? 3 വരും. ഇവിടെ 2 - 3 വരും. ഇതൊരു -1/2 വരും. അതെന്താണ്? ഒമേഗ സെഡ്. ഒമേഗ സെഡ് എന്ന് പറഞ്ഞാൽ വോർട്ടിസിറ്റി ആണോ? അല്ല, റൊട്ടേഷനാണ്. വോർട്ടിസിറ്റി ആണെങ്കിൽ എന്ത് ചെയ്യും? വോർട്ടിസിറ്റി ഒമേഗ സെഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ കൂടെ ഒരു 2ഉം കൂടെ മൾട്ടിപ്ലൈ ആണ്. 2 × -1/2. ആൻസർ ഈസ് -1. -1. യെസ്, ഓപ്ഷൻ ഡി. -1 ഡയറക്റ്റ്. അപ്പോൾ ഇത് മാറിപ്പോയരുത്. പലർക്കും തെറ്റ് സംഭവിക്കുന്ന ഈ ഒമേഗ സെഡ് കണ്ടുപിടിച്ചിട്ട് ആ വാല്യൂ നേരെ എടുക്കും. ഈ ഓപ്ഷനിൽ ഇപ്പോൾ കുഴപ്പമില്ല, പക്ഷേ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാൻ വിട്ടുപോകരുത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ: പൈപ്പ് 1. അപ്പോൾ ഇതിനകത്ത് ഇതാണ് പൈപ്പ് 1. പൈപ്പ് 1 ബ്രാഞ്ചസ് ടു 3 പൈപ്സ് ആസ് ഷോൺ ഇൻ ദ ഫിഗർ. 3 പൈപ്പായിട്ട് ഇവിടെ 2, 3, 4. ദ ഏരിയാസ് ആൻഡ് കറസ്പോണ്ടിങ് വെലോസിറ്റീസ് ഗിവൺ ഇൻ ടേബിൾ. ദ വാല്യൂ ഓഫ് V2 ഇൻ cm/s. അപ്പോൾ ഇത് ശ്രദ്ധിച്ചോണം, യൂണിറ്റ് എല്ലാം ശ്രദ്ധിച്ചോണം. cm/s വേണം കണ്ടുപിടിക്കാമെന്ന് പറഞ്ഞേക്കുന്നത്. അവർ പറഞ്ഞേക്കുന്നത് 1. അപ്പോൾ ഇത് 1 ഫസ്റ്റ് പോയിൻ്റ് ആയതുകൊണ്ട് ഇവിടെ വെലോസിറ്റി V1, ഇവിടെ V2, V3, V4. അപ്പോൾ അവിടെ എല്ലാം വെലോസിറ്റികൾ അവർ തന്നിട്ടുണ്ട്. V2 ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏരിയയും തന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു കാര്യം ഉറപ്പാണ്. എന്താ? ഈ പൈപ്പിലൂടെ വെള്ളം കയറി വരുന്നത്. അതായത് ഈ പൈപ്പിലൂടെ എത്ര വെള്ളം കയറി വരുന്നോ ഇതേ വെള്ളം തന്നെ എന്ത് ചെയ്യാൻ പറ്റും? 3ആയിട്ട് സ്പ്ലിറ്റ് ചെയ്ത് ഇങ്ങനെ 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 പോകാൻ പറ്റും. അപ്പോൾ അതിൽ നിന്ന് ഒരു കാര്യം മനസ്സിലാക്കാം. എന്താ? ഇവിടെ കയറി എത്ര ആണോ ഡിസ്ചാർജ്, അത് ഈ ടോട്ടൽ ഡിസ്ചാർജ് വിൽ ബി ഈക്വൽ ടു എന്തായിരിക്കും? ഇതുവഴി പോകുന്നത് പ്ലസ് ഇതുവഴി പോകുന്നത് പ്ലസ് ഇതുവഴി പോകുന്നത്, അല്ലേ? അപ്പോൾ ഇതിൽ നിന്ന് എന്ത് എഴുതാം നമുക്ക്? സിമ്പിളായിട്ട് അറിയാം. കണ്ടിന്യൂറ്റി ഇക്വേഷൻ തന്നെ അത്. Q എന്ന് പറഞ്ഞാൽ Q1 = Q2 + Q3 + Q4. ഇനി ഡിസ്ചാർജ് എന്ന് പറഞ്ഞാൽ എന്താ? ഏരിയ ഇൻറ്റു വെലോസിറ്റി. അപ്പോൾ എന്ത് ചെയ്താൽ? A1 V1 = A2 V2 + A3 V3 + A4 V4. തന്നിട്ടുണ്ട് ഏരിയകൾ. A1 എത്രയാണ്? 20ഉം 50. 20 × 50 = A2 എത്രയാണ്? 10 × V2 തന്നിട്ടില്ല, കണ്ടുപിടിക്കുക. 10 × V2 + 30 × 15 + 20 × 10. അല്ല, അവിടെ എത്ര വരും? 1000 = 10 V2 + 450 + 200.
650. 10v2 എന്ന് പറഞ്ഞാൽ 350. v2 ഈക്വൽ ടു 35. അപ്പോൾ ഇതൊക്കെ എല്ലാം യൂണിറ്റ് ശ്രദ്ധിച്ചോണം. എല്ലാം മീറ്റർ പെർ സെക്കൻഡിൽ വെലോസിറ്റി. ഏരിയ ആണ് സെൻറ്റിമീറ്റർ സ്ക്വയറിൽ. ഓക്കെ, എന്തായിരിക്കും മീറ്റർ പെർ സെക്കൻഡിൽ തന്നെ വരാൻ പോകും 35. ഇനി ഇതിനകത്ത് എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ കാൽക്കുലേഷൻസ് നിങ്ങൾ മാക്സിമം ചെറിയ കാൽക്കുലേഷൻ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്നും ചെയ്യാതെ മനസ്സിൽ തന്നെ ചെയ്യാൻ നോക്കുക. കാരണം മിക്ക എക്സാമിലും നമ്മളല്ലാതെ കാൽക്കുലേറ്റർ ഇല്ലാത്ത എക്സാംസ് ആയിരിക്കും നിങ്ങൾ പങ്കെടുക്കുന്നത്. സോ ആൻസർ ഈസ് 35. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ഉണ്ട്. ഇവിടെ മീറ്റർ പെർ സെക്കൻഡാണ്. ഇവിടെ ആക്ച്വലി ക്വസ്റ്റ്യനിലൊരു മിസ്റ്റേക്ക് ഉണ്ട്. കാരണം സെൻറ്റിമീറ്റർ പെർ സെക്കൻഡ് ആണെങ്കിൽ ഓപ്ഷൻ ഇല്ല ഇതിലൊന്നും. ഓക്കെ, 35. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഇഫ് സ്ട്രീം ഫംഗ്ഷൻ ഈസ് ഗിവൺ ബൈ psi ഈക്വൽ ടു 3xy, ഈ ചിഹ്നത്തിന് psi എന്നാണ് പറയുന്നത്. ദെൻ ദ വെലോസിറ്റി അറ്റ് പോയിൻറ്റ് 2, 3 വിൽ ബി ഡാഷ്. അപ്പോൾ നമ്മളൊരു ഇതിൻ്റെ അതായത് കൈനമാറ്റിക്സിൻ്റെ ഒരു എൻഡ് പോർഷനിൽ വരുന്ന രണ്ട് ആൾക്കാരാണ് സ്ട്രീം ഫംഗ്ഷനും പൊട്ടൻഷ്യൽ ഫംഗ്ഷനും. അപ്പോൾ സ്ട്രീം ഫംഗ്ഷൻ എന്താണെന്ന് നോക്കാം. സ്ട്രീം ഫംഗ്ഷൻ എന്ന് പറയുന്ന ഒരാളുണ്ട്. അത് ഡിനോട്ട് ചെയ്യുന്നത് ഈ psi എന്ന് പറയുന്ന ഒരു ചിഹ്നം കൊണ്ട്. ഇത് പറയുന്നതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ഈ ഡെഫിനേഷൻ തന്നെ ഓർത്തിരിക്കുക. സ്കേലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം സച്ച് ദാറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് with respect to any direction gives velocity component in its right angle direction. അപ്പോൾ ഈ ഡെഫിനേഷൻ എഴുതിയത് പല സമയത്ത് ഡെഫിനേഷൻ ഇങ്ങനെ തന്നെ ചോദിക്കാറുണ്ട്. അപ്പോൾ അത് അങ്ങനെ തന്നെ അറിഞ്ഞിരിക്കുക. ഇതെന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കി തരാം സിമ്പിളായിട്ട്. അപ്പോൾ ഇറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം. അതായത് ഈ psi എന്ന് പറയുന്നത് സ്പേസിൻ്റെയും ടൈമിൻ്റെയും ഒരു ഫംഗ്ഷൻ ആയിരിക്കും. സ്പേസ് വരുമ്പോൾ 3 കോർഡിനേറ്റ് വരും. 3 ഡയമെൻഷനിലാണ് സ്പേസ് കിട്ടി. അതൊക്കെ ആയി. ഇനി ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഡെറിവേറ്റീവ് ഏതാ? പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ. അപ്പോൾ ഞാൻ ആദ്യം എടുക്കുക ഡോ psi ബൈ ഡോ എക്സ്. അപ്പോൾ ഏതോ ഒരു ഡയറക്ഷൻ കൊണ്ട് ഡെറിവേറ്റീവ് എടുത്താൽ എന്ത് കിട്ടുമെന്നാണ് പറയുന്നത്? ഇറ്റ് ഗീവ്സ് വെലോസിറ്റി കമ്പണൻറ്റ് കിട്ടും. വെലോസിറ്റി കമ്പണൻറ്റ് ഏതൊക്കെയാണ് നമുക്കറിയാം? യു ഉണ്ട്, വി ഉണ്ട്, ഡബ്ല്യു ഉണ്ട്. ഓക്കെ, ഇൻ ഇറ്റ്സ് റൈറ്റ് ആംഗിൾഡ് ഡയറക്ഷൻ. അപ്പോൾ ഈ എക്സ് കൊണ്ട് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ അതിൻ്റെ റൈറ്റ് ആംഗിളുള്ള ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പണൻറ്റ്. എക്സ് ആണെങ്കിൽ അതിൻ്റെ റൈറ്റ് ആംഗിളിന് എന്തോ വൈ. അപ്പോൾ അവിടുത്തെ വെലോസിറ്റി കമ്പണൻറ്റ് എന്താ? വി. ഇതാണ് ഇതിൽ നിന്ന് കിട്ടുന്ന ഒരു സംഭവം. ഇനി അങ്ങനെയാണെങ്കിൽ ഡോ psi ബൈ ഡോ വൈ ചെയ്താൽ എന്ത് കിട്ടണം? ഒബ്വിയസ്ലി വൈയുടെ റൈറ്റ് ആംഗിൾ. അതായത് ഇത് എക്സ് ആണ്, ഇത് വൈ ആണ്. ഞാൻ ഇതിനെ വെച്ച് ഡിഫറൻഷ്യേറ്റ് ചെയ്യുമ്പോൾ ഇതിൻ്റെ റൈറ്റ് ആംഗിളിലുള്ള സാധനം എന്ത് വരും? വി. ഇവിടെ വെലോസിറ്റി കമ്പണൻറ്റ് യു, ഇവിടെ വി അല്ലേ, ഇവിടെ വരും. അങ്ങനെയാണെങ്കിൽ ഇവിടെ വെച്ച് ഞാൻ ഡിഫറൻഷ്യേറ്റ് ചെയ്ത് എന്ത് ചെയ്യണം? ഇതിൻ്റെ റൈറ്റ് ആംഗിളിലുള്ള വെലോസിറ്റി കമ്പണൻറ്റ്. അപ്പോൾ ശരിക്കും എന്തോ മൈനസ് യു ആണ് വരേണ്ടത്. കാരണം ഇങ്ങോട്ടുള്ളതാണ് എന്തോ വെലോസിറ്റി കമ്പണൻറ്റ് യു. കാരണം ഇതെല്ലാം വെക്റ്റർ അല്ലേ, അപ്പം സൈൻ ഇമ്പോർട്ടൻസ് ഉണ്ട്. സോ എന്ത് വരും? മൈനസ് യു. അപ്പോൾ ഇത് പലർക്കും തെറ്റെന്ന് കാണാം. ഇവിടെ മൈനസ് യു ആണ്, വ്യത്യാസമുണ്ട്. ഓർത്തോണേ, യു അല്ല മൈനസ് യു ഉണ്ട്. അപ്പോൾ ഡോ psi ബൈ ഡോ എക്സ് എന്ത് കിട്ടും? വി കിട്ടും. ഡോ psi ബൈ ഡോ വൈ എന്ത് കിട്ടും? മൈനസ് യു. അപ്പോൾ ഇനിയൊന്ന് വായിച്ചു നോക്കുക ഡെഫിനേഷൻ ഒന്നുകൂടെ. ഇറ്റ് ഈസ് എ സ്കേലാർ ഫംഗ്ഷൻ ഓഫ് സ്പേസ് ആൻഡ് ടൈം സച്ച് ദാറ്റ് പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ എന്ത് വരും? അതിൻ്റെ റൈറ്റ് ആംഗിളുള്ള ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ്. പാർഷ്യൽ ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു ഒരു ഡയറക്ഷൻ എന്ത് ചെയ്യും? അതിൻ്റെ റൈറ്റ് ആംഗിളുള്ളത്. അതെങ്ങനെയാണ് മൈനസ് യു വന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരുന്നു. ഇത് നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം എന്താ കണ്ടുപിടിക്കേണ്ടത്? ഈ 2, 3 പോയിൻ്റുള്ള വെലോസിറ്റി കണ്ടുപിടിക്കേണ്ടത്. വെലോസിറ്റി എന്ന് പറഞ്ഞാൽ എന്താ? യു ഐ പ്ലസ് വി ജെ. ഇതിനകത്ത് യു psi ഉണ്ടെങ്കിൽ യു കണ്ടുപിടിക്കാൻ പറ്റും, psi ഉണ്ടെങ്കിൽ വി കണ്ടുപിടിക്കാൻ പറ്റും. വെലോസിറ്റി ആയില്ലേ, കണ്ടുപിടിക്കാം. അപ്പോൾ psi 3xy ഡോ psi ബൈ ഡോ എക്സ് എന്ത് വരും? 3y വരും. ഇതാണ് എന്തോ ഏത് കമ്പോണൻ്റ്? എക്സ് വെച്ച് ചെയ്യുമ്പോൾ വി കിട്ടും. ഇനി ഡോ psi ബൈ ഡോ വൈ വരുമ്പോൾ എന്ത് കിട്ടും? 3x. ഇതെന്താ കിട്ടുന്നത്?
മൈനസ് യു. ഇനി പോയിൻറ്റ്സ് അവർ തന്നിട്ടുണ്ടല്ലോ 2ഉം 3ഉം, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇതിൽ നിന്ന് എന്ത് കിട്ടും? വി 3 ഇട്ട് കൊടുക്കുമ്പോൾ 9 വരും. ഇവിടെ യു എന്ത് കിട്ടും? 3 × 2 6, ഇവിടെ -6 വരും. അപ്പം വെലോസിറ്റി കമ്പോണൻ്റ് എന്ത്? -6i + 9j. പക്ഷേ ഇത് വെക്റ്റർ ഫോർമാറ്റിലാണോ? അല്ല. അപ്പോൾ എന്ത് ചെയ്യണം? എൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചേക്കാം. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ എന്ത് വെക്റ്ററിൻ്റെ? √u² + v². √(-6²) 36 + 81 √117. √100 ആണെങ്കിൽ 10, 121 ആകുമ്പോൾ 11, രണ്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ 10ൻ്റെയും 11ൻ്റെ ഇടയിലുള്ള വാല്യൂ. ഓപ്ഷൻ ബി. ഓക്കെ, അപ്പോൾ റൂട്ടൊക്കെ അറിയണം കേട്ടോ. 10² 100ൻ്റെ റൂട്ടാണ് 10, 121 ആണെങ്കിൽ 11, അതിൻ്റെ രണ്ടിൻ്റെ ഇടയിലാണ്. അപ്പോൾ എന്ത് ചെയ്യും? 10.8. സിമ്പിളല്ലേ? ഇനി ഇതിൻ്റെ സ്ട്രീം ഫംഗ്ഷൻ എന്താണെന്ന് പറഞ്ഞു. ഇതിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം കൂടെ പറയുക. സ്ട്രീം ഫംഗ്ഷൻ ശരിക്കും രണ്ട് കേസിലും എക്സിസ്റ്റ് ചെയ്യും. അതായത് റൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിലും ഇറൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിലും എന്ത് എക്സിസ്റ്റ് ചെയ്യും? സൈ എക്സിസ്റ്റ് ചെയ്യും. അതായത് സ്ട്രീം ഫംഗ്ഷൻ സൈ ഉണ്ടെന്ന് പറഞ്ഞാൽ അത് ഏതിനൊക്കെ ആവാം? റൊട്ടേഷണൽ ഫ്ലോയ്ക്ക് എക്സിസ്റ്റ് ചെയ്യാം, ഇറൊട്ടേഷണൽ ഫ്ലോ, അതിൽ ഏത് ഫ്ലോയ്ക്ക് വേണമെങ്കിലും എന്ത് ചെയ്യാം? സൈ എന്ന് പറയുന്ന ഒരു സ്ട്രീം ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യാം. പക്ഷേ ഇത് ഇറൊട്ടേഷണൽ ഫ്ലോ ആണെങ്കിൽ, ഇത് ഇറൊട്ടേഷണൽ ഫ്ലോ ആണോ എന്ന് നമുക്ക് കൺഫേം ചെയ്യണമെങ്കിൽ എന്ത് ചെയ്താൽ മതി? ഈ സൈ തന്നെ എന്തും സാറ്റിസ്ഫൈ ചെയ്യണം. മസ്റ്റ് സാറ്റിസ്ഫൈ, വെരി ഇമ്പോർട്ടൻറ്റ്, ലാപ്ലേസ് ഇക്വേഷൻ. ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്താലേ നമുക്ക് എന്ത് പറയാൻ പറ്റൂ? ആ ഫ്ലോ എന്താണെന്ന് പറയാൻ പറ്റൂ? ഇറൊട്ടേഷണൽ. ഇനി ലാപ്ലേസ് ഇക്വേഷൻ എന്താ? (2 psi / (x²) + (2 psi / (y²) = 0. ഓക്കെ, അപ്പം ഇത് വെരി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്കിപ്പോൾ മനസ്സിലാവത്തില്ല, നിങ്ങളെ സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് കുഴയും നിങ്ങൾ. ഇത് ഓർത്തിരിക്കുക. സൈ ഉണ്ടെങ്കിൽ, അതായത് സ്ട്രീം ഫംഗ്ഷൻ ഉണ്ടെന്ന് വെച്ചാൽ അത് റൊട്ടേഷണൽ ഫ്ലോയോ ആവാം, ഇറൊട്ടേഷണലോ ആവാം, ഏത് വേണമെങ്കിലും ആവാം. കാരണം രണ്ടിനും പോസിബിളാണ്. സ്ട്രീം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഇത് രണ്ടിൽ ഏത് വേണമെങ്കിലും ആവാം. ഇറൊട്ടേഷണൽ ഫ്ലോ ആണെന്ന് നിങ്ങൾക്ക് ഉറപ്പ് വരുത്തണമെങ്കിൽ എന്ത് ചെയ്യണം? ഇതേ സൈ എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? ലാപ്ലേസ് ഇക്വേഷൻ. അതെന്താണെന്ന് ഞാൻ എഴുതിയിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. എ സ്ട്രീം ലൈൻ ആൻഡ് ഇക്വി പൊട്ടൻഷ്യൽ ലൈൻ. നല്ലൊരു ക്വസ്റ്റ്യനാണ്. സ്ട്രീം ലൈൻ സ്ഥിരമായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആട്ടോ. ഇത് സ്ട്രീം ലൈൻസ് ആണെങ്കിൽ സൈ 1, സൈ 2, സൈ 3, സൈ 4. നമ്മളിനി തൊട്ടടുത്ത് ഒരാളെയും കൂടെ കാണും. അയാളുടെ പേരാണെന്തോ? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. φ1, φ2, φ3, φ4. എപ്പോഴും മനസ്സിലാക്കുക, ഈ സ്ട്രീം ലൈനും ഇക്വിപൊട്ടൻഷ്യൽ ലൈനും എന്തായിരിക്കും? അറ്റ് 90 ഡിഗ്രി ആയിരിക്കും എപ്പോഴും. ദേ ആർ ഓൾവേസ് പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ. ഒരു കാര്യം കൂടെ പറയാം. ഇത് നമുക്ക് പെർപെൻഡിക്കുലർ ആണെന്ന് മനസ്സിലാകുന്നതിന് റീസൺ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഓഫ് സ്ട്രീം ലൈൻ, കാരണം ഇതൊരു ലൈനാണല്ലോ, അപ്പോൾ അതിനൊരു സ്ലോപ്പ് ഉണ്ട്. സ്ട്രീം ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് മറ്റേ ലൈൻ്റെ പേരെന്തോ? ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ. ഇത് രണ്ടും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് എന്ത് കിട്ടും? എപ്പോഴും -1 നിങ്ങൾക്ക് കിട്ടും. അത് മാത്തമാറ്റിക്കൽ പ്രോപ്പർട്ടിയാണ്. സ്ലോപ്പ് ഓഫ് രണ്ട് ലൈൻ -1 ആണെങ്കിൽ അത് പെർപെൻഡിക്കുലറാണ്. ശരിക്കും നമ്മൾ ഇക്വേഷനിലൊക്കെ ഇട്ട് ചെയ്ത് കഴിയുമ്പോൾ സ്ലോപ്പ് ഓഫ് സ്ട്രീം ലൈൻ ഇൻറ്റു സ്ലോപ്പ് ഓഫ് ഇക്വിപൊട്ടൻഷ്യൽ ലൈൻ ചെയ്താൽ -1 കിട്ടും. അങ്ങനെയാണ് നമുക്ക് മനസ്സിലായത് തങ്ങളിലെന്ന പെർപെൻഡിക്കുലർ ആയിരിക്കും എപ്പോഴും. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ ആൻ ഇറൊട്ടേഷണൽ ഫ്ലോ ദി ഇക്വേഷൻ ഓഫ് (2 phi / (x²) + (2 phi / (y²) = 0 എന്ന് പറഞ്ഞാൽ എന്താ? ഇത് സിമിലർ ടു നമ്മൾ തൊട്ട് മുമ്പേ ഒരെണ്ണം കണ്ടു. (2 psi phi / (x²) + (2 psi phi / (y²) = 0. ഇതിന് ഞാൻ എന്താണെന്ന് പറഞ്ഞത്? ലാപ്ലേസ് ഇക്വേഷൻ എന്നാണ് പറഞ്ഞത്. ഈ സെയിം സംഭവം നമ്മളിപ്പോൾ സ്ട്രീം ഫംഗ്ഷനെ കണ്ടുള്ളൂ. ഇതുപോലെ തന്നെ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അത് നമ്മളിപ്പോൾ തൊട്ട് അടുത്ത ക്വസ്റ്റ്യനിൽ കാണും. അയാളുടെ കേസിലും എനിക്ക് എന്ത് ചെയ്യാം? (2 സൈക്ക് പകരം 5 കൊടുക്കാം. (2 phi / (x²) + (2 phi / (y²) = 0.
അയാളുടെ കേസിലും ഇങ്ങനെ എഴുതിയാൽ എന്താണ് പറയുന്നത്? ഇതും എന്തോ ലാപ്ലേസ് ഇക്വേഷൻ തന്നെയാണ്. അപ്പം ഈ ലാപ്ലേസ് ഇക്വേഷൻ അല്ലെങ്കിൽ ഫോർ ഇറൊട്ടേഷണൽ ഫ്ലോ ഈ ഇക്വേഷൻ്റെ പേരാണ് ചോദിക്കുന്നത്. ഇക്വേഷൻ ഈസ് നോൺ ആസ് കോഷി റൈമാൻ അല്ല, ഓയിലർ അല്ല, ഇറ്റ് ഈസ് ലാപ്ലേസ് ഇക്വേഷൻ. അപ്പോൾ അത് തിരിഞ്ഞു പോകരുത്. ശരിക്കും ഈ പറയുന്ന ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ ഡോ സ്ക്വയർ, ഇവിടെ ഫംഗ്ഷനേ ഉള്ളൂ, ഫംഗ്ഷൻ ഓഫ് ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ വേറെ ഏതെങ്കിലും ഫംഗ്ഷൻ ഓഫ് ഡോ വൈ സ്ക്വയർ ഈസ് ഈക്വൽ ടു 0 എന്ന്. ഈ ഫംഗ്ഷനാണ് നമ്മൾ പഠിച്ച സൈ ആവാം, അല്ലെങ്കിൽ ഇനി പഠിക്കുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഫൈ ആവാം. എന്ത് വന്നാലും എന്ത് ഈ ഒരു ഫോർമാറ്റിലാണെങ്കിൽ അതിന് എന്ത് പറയാം? നമുക്ക് ലാപ്ലേസ് ഇക്വേഷൻ എന്ന് പറയാം. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വെലോസിറ്റി പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. അപ്പോൾ നമ്മൾ കാണാൻ പോകുക പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്താണെന്ന്. അത് ഡിനോട്ട് ചെയ്യുന്ന പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സ്ട്രീം ഫംഗ്ഷൻ സൈ കൊണ്ടാണ് ഡിനോട്ട് ചെയ്യുന്നതെങ്കിൽ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഡിനോട്ട് ചെയ്യുന്നത് ഫൈ എന്ന ലെറ്റർ കൊണ്ടാണ്. ഇതിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് പറയുന്നത് ഇറ്റ് ഈസ് ഇതും എന്തോ എ സ്കേലാർ ഫംഗ്ഷൻ ഓഫ് space and time such that negative derivative of function with respect to any direction gives velocity component, very important, ഏത് ഡയറക്ഷനാണ്? ഇൻ ദ സെയിം ഡയറക്ഷൻ. ഇപ്പോൾ ചെറിയ വ്യത്യാസമുണ്ട് മറ്റേതിൽ നിന്ന്. ഇവിടെ എന്താ പറയുക? ഇതും എന്തോ ഫൈയും എന്തോ അതൊരു സ്കേലാർ ഫംഗ്ഷൻ ഓഫ് എന്താ സ്പേസും ടൈമോ, അപ്പോൾ എക്സ് വൈ സെഡ് കോർഡിനേറ്റും ടൈമോ. ഇതിൻ്റെ പ്രത്യേകത ഡോ ഫൈ ബൈ ഡോ എക്സ്, വെറും ഡോ ഫൈ ബൈ ഡോ എക്സ് അല്ല, മൈനസ്. കാരണം ഇവിടെ പറയുന്നുണ്ട് വെരി ഇമ്പോർട്ടൻറ്റ്, നെഗറ്റീവ് ഡെറിവേറ്റീവ് ഓഫ് എ ഫംഗ്ഷൻ വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ. അപ്പോൾ ഞാൻ എടുത്ത ഡയറക്ഷൻ എക്സാ ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഗീവ്സ് വെലോസിറ്റി കമ്പോണൻറ്റാണ് കിട്ടുന്നത്. ഏത് ഡയറക്ഷനിലെ? സെയിം ഡയറക്ഷനിലെ. വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്താൽ അതേ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ് യു. അങ്ങനെയാണെങ്കിൽ മൈനസ് ഡോ ഫൈ ബൈ ഡോ വൈ എന്ന് പറഞ്ഞാൽ എന്ത്? സെയിം വൈ കൊണ്ട് ചെയ്താൽ അതേ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ് എന്ത്? വി. ഇത് രണ്ടുമാണ് ഏതിൽ നിന്ന് കിട്ടുന്നത്? പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ. വെരി വെരി ഇമ്പോർട്ടൻറ്റ്. അങ്ങനെയാണെങ്കിൽ നേരത്തെ നമ്മൾ പറഞ്ഞതിൻ്റെ ബേസ് ചെയ്ത് ഒരു കാര്യം കൂടെ പഠിക്കാം. നേരത്തെ ഞാൻ പറഞ്ഞു സ്ട്രീം ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ റൊട്ടേഷണൽ ഫ്ലോയോ ആവാം, ഇറൊട്ടേഷണൽ ഫ്ലോയോ ആവാം, ഏത് വേണമെങ്കിലും ആവാം. പക്ഷേ ഫൈ എക്സിസ്റ്റ് ചെയ്യുന്നു, അതായത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നു എന്ന് പറഞ്ഞാൽ ഇതെന്തിന് മാത്രമേ പറ്റൂ? പോസിബിൾ ഓൺലി ഫോർ ഇറൊട്ടേഷണൽ ഫ്ലോ. വെരി ഇമ്പോർട്ടൻറ്റ്. നേരത്തെ ഏതിനെങ്കിലും ആവായിരുന്നു ഫൈ, പക്ഷേ ആർക്കേ പറ്റൂ? ഫൈ ഉണ്ടെങ്കിൽ എന്ത്? ഇറൊട്ടേഷണൽ ഫ്ലോയ്ക്ക് മാത്രമേ പറ്റൂ. പക്ഷേ നമുക്ക് ഈ ഫൈ ഉണ്ടെന്ന് പറഞ്ഞ് അവിടെ ഫ്ലോ ഉണ്ടോ അല്ലെങ്കിൽ ഫ്ലോ ചെയ്യും എന്ന് നമുക്ക് ഉറപ്പിക്കാൻ പറ്റത്തില്ല. ഇത് ഫ്ലോ ഉണ്ടോ എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഇഫ് ഈ ഫൈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ സാറ്റിസ്ഫൈസ് ലാപ്ലേസ് ഇക്വേഷൻ, അത് നമ്മൾ കണ്ടു തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ, ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ എക്സ് സ്ക്വയർ പ്ലസ് ഡോ സ്ക്വയർ ഫൈ ബൈ ഡോ വൈ സ്ക്വയർ. അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഉള്ളൂ എന്തു? പോസിബിൾ കേസ് ഓഫ് ഫ്ലൂയിഡ് ഫ്ലോ. ഇത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം സ്റ്റേറ്റ്മെൻറ്റ് വരുമ്പോഴത്തേക്ക് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഫൈ, അതായത് പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ ഫ്ലോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. പക്ഷേ ഇത് ഏതിനൊക്കെ ആവാം? അല്ല, ഫ്ലോ ഉണ്ടാവണമെന്ന് നിർബന്ധമില്ല. ഫ്ലോ അല്ലെങ്കിൽ ഫ്ലോ ഉണ്ട് എന്ന് ഉറപ്പിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? ഈ പറയുന്ന ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. ഇനി അങ്ങനെ ഒരു ഫ്ലോ ഉണ്ടെങ്കിൽ, ഫ്ലോ പോസിബിൾ ആണെങ്കിൽ അതെന്ത് ഫ്ലോ ആയിരിക്കും? ഉറപ്പായിട്ടും ഇറൊട്ടേഷൻ. കാരണം ഫൈ എന്ന് പറയുന്നത് എന്തോ ഇറൊട്ടേഷണൽ ഫ്ലോയ്ക്ക് മാത്രമേ പറ്റത്തുള്ളൂ. മനസ്സിലായി? സൈയുടെ കേസിൽ എന്താ പറഞ്ഞത്? സൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈ ഉണ്ടെങ്കിൽ എന്തു? ഫ്ലോ ഉറപ്പായിട്ടും ഉണ്ട്. പക്ഷേ റൊട്ടേഷനിലാണോ ഇറൊട്ടേഷനിലാണോ എന്ന് എനിക്കറിയത്തില്ല. കാരണം രണ്ടിനും പോസിബിളാണ്. ഇറൊട്ടേഷനിലാണെന്ന്, ഈ ഉള്ള ഫ്ലോ ഇറൊട്ടേഷനിലാണെന്ന് ഉറപ്പ് വരുത്താനാണ് എന്ത് നോക്കുന്നത്? ലാപ്ലേസ് ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുമോ ഇല്ലയോ എന്ന് ഉറപ്പ് വരുത്തുന്നത്. വെരി 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 ഇമ്പോർട്ടൻറ്റ്. ഇത് പലർക്കും കൺഫ്യൂഷനാണ്. നിങ്ങളിനി ഇത് കൺഫ്യൂസ്ഡ് ആവരുത്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നോക്കാം. ഈ ക്വസ്റ്റ്യനൊക്കെ സിമ്പിളാണ്. ഒരു പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ തന്നിട്ടുണ്ട്, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി കണ്ടുപിടിക്കേണ്ട. വെലോസിറ്റി നമുക്ക് എന്ത് യുവും വിയും കിട്ടിയാൽ മതി. നമുക്ക് ചെയ്യാം. മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സ്, ഇതാണ് യു.
എന്ത് വരും? ഡോ 5/ഡോ എക്സ് 2x പിന്നെ മൈനസ്, അതിനത് കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുമ്പോൾ എന്ത് വരും? -2. അങ്ങനെയാണെങ്കിൽ -ഡോ 5/ഡോ വൈ ഇത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? വി കിട്ടും. -2y വരും, ഇൻറ്റു മൈനസോടെ വരുമ്പോൾ 2y വരും. 1 കോർഡിനേറ്റ് ഇട്ട് കൊടുക്കുമ്പോഴത്തേക്ക് 2 വരും. ഓക്കെ, അപ്പം വെലോസിറ്റി കിട്ടിയ എത്ര? -2y + 2j. പിന്നെ മാഗ്നിറ്റ്യൂഡ് എത്ര ആയിരിക്കും? -2² + 2². അപ്പം 4 + 4 8 2√2 വരും. ഓപ്ഷൻ സി. സിമ്പിൾ, സെയിം. അപ്പോൾ നിങ്ങൾക്ക് അറിയേണ്ട ഇത് മാത്രമേ ഉള്ളൂ. ഈ പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ ആണെങ്കിൽ നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ, അതേ ഡയറക്ഷനിലുള്ള വെലോസിറ്റി കമ്പോണൻറ്റ് കിട്ടും. അത് മാത്രം അറിഞ്ഞാൽ മതി നിങ്ങൾ. ഓക്കെ, ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതിനേക്കാൾ ഇമ്പോർട്ടൻ്റ് ഇതാണ്. ഇത് സ്ട്രീം ഫംഗ്ഷനിലും പറഞ്ഞിട്ടുണ്ട്, നിങ്ങളത് കൺഫ്യൂഷൻ വരുത്തരുത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. സൈ ആണ് തന്നേക്ക്. ഇഫ് സൈ ഈസ് x² - y² ഈസ് ദ സ്ട്രീം ഫംഗ്ഷൻ ഇൻ 2-dimensional ഫ്ലോ, മാഗ്നിറ്റ്യൂഡ് ഓഫ് വെലോസിറ്റി വെക്റ്റർ അറ്റ് പോയിൻറ്റ്. അപ്പം സിമ്പിൾ സംഭവം. ഡോ സൈ/ഡോ എക്സ് എന്ത് ചെയ്യും? റൈറ്റ് ആംഗിളിലുള്ള വി ആണ്. ഇതിൻ്റെ വാല്യൂ എത്രയാണ്? 2x ആണ്. വാല്യൂ 1 1. അപ്പോൾ എന്ത്? 2 × 1 2. അങ്ങനെയാണെങ്കിൽ ഡോ സൈ/ഡോ വൈ ചെയ്യുമ്പോൾ എന്ത് കിട്ടും? നമുക്ക് -u, ആ മൈനസ് മാറിപ്പോരുത്. ഡോ സൈയുടെ ചെയ്യുമ്പം -2y ഇൻറ്റു മൈനസ് -2y എന്ന് തന്നെ എഴുതാം. അപ്പോൾ ഇതിൽ നിന്ന് u എന്ത് കിട്ടും? രണ്ടിടത്ത് -u. അപ്പോൾ 2 × 1 2 കിട്ടും. എഗെയിൻ വെലോസിറ്റി വെക്ടർ എന്താ കിട്ടുന്നത്? u2y + 2j കിട്ടും. മാഗ്നിറ്റ്യൂഡാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ എന്ത്? 4 + 4 = 2√2. ആൻസർ സെയിമാണ്, പക്ഷേ ഈ വെലോസിറ്റി വെക്ടറിൽ വ്യത്യാസമുണ്ട്. മറ്റേടത്തൊരു നെഗറ്റീവ് സൈനുണ്ട്. ചിലപ്പോൾ വെലോസിറ്റി വെക്ടർ തന്നെ ചോദിക്കുക. ഓക്കെ, ഫാസ്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നു എന്ന് ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ഫോർ എ 2-dimensional, ഇതും 2D ഇറൊട്ടേഷണൽ വെലോസിറ്റി ഫ്ലോ വിത്ത് പൊട്ടൻഷ്യൽ. കണ്ടോ, പൊട്ടൻഷ്യൽ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞു ആര് മാത്രമേ ഉള്ളൂ? ഇറൊട്ടേഷനിൽ മാത്രമേ ഡിഫൈൻഡ് ആയിട്ടുള്ളൂ. ഗിവൺ ബൈ വാല്യൂ തന്നിട്ടുണ്ട്. വെലോസിറ്റി വെക്റ്റർ കണ്ടോ, വെലോസിറ്റി വെക്റ്റർ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കറിയാം -ഡോ 5/ഡോ എക്സ്, നെഗറ്റീവ് ഡെറിവേറ്റീവ് വിത്ത് റെസ്പെക്ട് ടു എനി ഡയറക്ഷൻ എന്ത് വരും? അതേ ഡയറക്ഷനിലെ വെലോസിറ്റി കമ്പോണൻറ്റ് u. ഇപ്പോൾ 2x കൊണ്ടല്ലേ 2x, 4x ആണ് u ആയിട്ട് വരുന്നത്. ഇനി -ഡോ 5/ഡോ വൈ അത് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? v ഡയറക്ഷനിൽ എന്ത് കിട്ടും? വെലോസിറ്റി കമ്പോണൻറ്റ് കിട്ടും. ഇതിനകത്ത് ഒരു കാര്യം കേട്ടില്ല. ഇവിടെ -ഡോ 5/ഡോ എക്സ് ആണ് u. ഇങ്ങനെയുള്ള മിസ്റ്റേക്ക് വരുത്തരുത്. അപ്പോൾ ഇവിടെ u എന്തായിരിക്കും ശരിക്കും? -4x വരത്തില്ലേ? എങ്കിലല്ലേ ശരിയാവും. കാരണം ഡോ 5/ഡോ എക്സ് തന്നെ ഈ 2 × 2x. അപ്പോൾ ഇവിടെ മൈനസ് കൂടെ വരുവേ. ഓക്കെ, നെക്സ്റ്റ്. -ഡോ 5/ഡോ വൈ = v. അപ്പോൾ v വരുമ്പോൾ എന്ത് കിട്ടും? ഒരു മൈനസ് എന്തായാലും വരും. 2y 2 - 2y ഇങ്ങനെ വരും. ഇതിനെ തുറന്നു കഴിഞ്ഞാൽ -4 + 4y വരും. കാരണം ഈ രീതിയിലല്ല എഴുതിയേക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഞാനൊരു 2 കോമൺ എടുക്കാം. -2 കോമൺ എടുത്താൽ 4 1 - y എന്ന് വരും. അപ്പോൾ ഇതാണെന്തോ v. അപ്പം യുവും കിട്ടി വിയും കിട്ടി. അങ്ങനെയാണെങ്കിൽ ഓവറാൾ വെലോസിറ്റി വെക്ടർ എന്ത് വരും? u എന്ന് പറയുന്നത് -4x i പ്ലസ് -4 1 - y. ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ടോ? -4xi -4 × 1 - y -4 × 1 - y. ഓപ്ഷൻ എ.
അപ്പോൾ ഈ ആദ്യം ഞാൻ ചെയ്ത ഈ സില്ലി മിസ്റ്റേക്ക് വരുത്തരുത്. കാരണം ഇവിടെ യു എന്ന് പറഞ്ഞാൽ മൈനസ് ഡോ ഫൈ ബൈ ഡോ എക്സാണ്. അപ്പം വെറുതെ യു വെച്ച് ഈ ഡെറിവേറ്റീവ് എടുക്കുമ്പോഴത്തേക്ക് 2 × 2 എക്സാണ് വരുന്നത്. പക്ഷേ ഈ മൈനസ് ഇടാൻ നിങ്ങൾ വിട്ടുപോരുത്. കാരണം നെഗറ്റീവ് ഡെറിവേറ്റീവാണ് യു എന്ന് പറയുന്നത്. കാരണം സൈൻ മാറിയാൽ കാരണം അതിൻ്റെ താഴെ എവിടെയെങ്കിലും കാണും ഓപ്ഷൻ 4x. ഇവിടെ പ്ലസ് ഇട്ടൊരു ഓപ്ഷൻ ഉണ്ട്. അത് നമുക്ക് നെഗറ്റീവ് മാർക്ക് തരും. നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് പഠിച്ച് ചെയ്തിട്ട് നെഗറ്റീവ് ചെയ്യേണ്ട അവസ്ഥ വരരുത്. ഓക്കെ, വെരി ഇമ്പോർട്ടൻറ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് പെർ ഡെപ്ത് ബിറ്റ്വീൻ 2 സ്ട്രീം ലൈൻസ് ഹാവിങ് സ്ട്രീം ഫംഗ്ഷൻ ഈസ് ψ1 ആൻഡ് ψ2. അതായത് ഇങ്ങനെ ഫ്ലൂയിഡ് ഫ്ലോ നടക്കുക, അതിനകത്ത് 2 സ്ട്രീം ഫംഗ്ഷൻ, ഏതോ 2 എണ്ണം, ψ1ഉം ψ2ഉം. അതാ ക്വസ്റ്റ്യന് തന്നേക്കുന്നത്. ചോദിക്കുന്ന വോളിയോമെട്രിക് ഫ്ലോ റേറ്റ്. വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് എന്ന് പറഞ്ഞാൽ എന്ത്? ഡിസ്ചാർജ് തന്നെ. അപ്പോൾ ഇതിൻ്റെ ഒരു കൺസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഒന്നിലധികം സ്ട്രീം ഫങ്ഷൻസ് ഉണ്ടെങ്കിൽ അതിൻ്റെ ഇടയിൽ ഫ്ലൂയിഡ് ഫ്ലോ ഉണ്ടല്ലോ, അത് വഴി ഒഴുകുന്ന ഫ്ലൂയിഡിൻ്റെ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്, അതായത് ഈ വിഡ്ത്ത് 1 ആണെങ്കിൽ അതിൻ്റെ ഇടയിലൂടെ ഒഴുകുന്ന ആ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് ബിറ്റ്വീൻ 2 പോയിൻറ്റ്സ് ഇൻ എ ഫ്ലോ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ഗിവൺ ബൈ ആ സ്ട്രീം ഫങ്ഷൻസിൻ്റെ ഡിഫറൻസിൻ്റെ അബ്സല്യൂട്ട് വാല്യൂ, അല്ലെങ്കിൽ അബ്സല്യൂട്ട് വാല്യൂ ഓഫ് ഡിഫറൻസ് ബിറ്റ്വീൻ 2 സ്ട്രീം ഫങ്ഷൻസ് അവർ തരും. അത് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണോ കിട്ടുന്നത് അതായിരിക്കും ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത്. നീ ഡിസ്ചാർജിനെ തന്നെയാണ് എന്ത് പറയുന്നത്? വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എന്ത് വരും? നമ്മുടെ വോളിയോമെട്രിക് ഫ്ലോ റേറ്റ് അല്ലെങ്കിൽ ഡിസ്ചാർജ് പെർ യൂണിറ്റ് വിഡ്ത്ത് വെച്ച് എന്ത് ചെയ്യും? ψ1 മൈനസ് ψ2. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് വേണം എടുക്കാൻ, ഇങ്ങനെ തന്നെ ആയിരിക്കണം. അല്ല വെറുതെ ψ1 മൈനസ് ψ2 എന്ന് പറഞ്ഞാൽ ശരിയല്ല. മാഗ്നിറ്റ്യൂഡ് ഓഫ് ψ1 മൈനസ് ψ2 ആ ഫംഗ്ഷൻ്റെ ഓപ്ഷൻ എ. ഇത് പ്ലസ് ഒന്നും അല്ല, ഡിവിഷൻ അല്ല, മൾട്ടിപ്ലിക്കേഷൻ അല്ല. ഇത് എനിക്ക് തോന്നുന്നു ഏതോ ഒരു LSTD എക്സാമിന് എയ്ക്ക് ചോദിച്ചിട്ടുള്ളതാണ് ഡയറക്റ്റ്. ഇത് എഞ്ചിനീയറിംഗ് സർവീസിൻ്റെ പഴയൊരു ക്വസ്റ്റ്യൻ ആണെന്ന് എൻ്റെ ഒരു ഓർമ്മ. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമ്മുടെ ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൻ്റെ കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാനുള്ളത്. അപ്പോൾ നമ്മളൊരു 2-3 വീഡിയോസായിട്ട് ഓൾമോസ്റ്റ് എല്ലാ മേഖലകളും ഫ്ലൂയിഡ് കൈനമാറ്റിക്സിൻ്റെ കവർ ചെയ്തിട്ടുണ്ട്. ഫ്ലൂയിഡ് ഫ്ലോ മുതൽ തുടങ്ങി അതിനുശേഷം അതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, വെലോസിറ്റി, ആക്സലറേഷൻ, റൊട്ടേഷൻ, വോർട്ടിസിറ്റി, സർക്കുലേഷൻ, അത് കഴിഞ്ഞ് ലാസ്റ്റ് എൻഡ് പോർഷൻ സ്ട്രീം ഫംഗ്ഷനും പൊട്ടൻഷ്യൽ ഫംഗ്ഷനും. അപ്പോൾ ഇത്രയാണ് നമുക്ക് ഏതൊരു എക്സാം, ഗേറ്റ് എക്സാം, കേരള PSC, എഞ്ചിനീയറിംഗ് സർവീസ്, ഏതായാലും ഈ ഒരു 3 വീഡിയോസ് നിങ്ങൾക്ക് വാച്ച് ചെയ്ത് കഴിഞ്ഞാൽ ഒരു 80% അല്ലെങ്കിൽ 85% സിലബസ് നിങ്ങളുടെ കവേർഡാണ്. ഏത് PYക്ക് വന്നാലും നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു സെഷൻ്റെ ഒരു അഭിപ്രായങ്ങൾ നിങ്ങൾ കമൻസിൽ രേഖപ്പെടുത്തുക. ഈ ഒരു സീരീസിൻ്റെ ഇതുപോലെ വേറെ ഏതെങ്കിലും ടോപ്പിക്സ് അല്ലെങ്കിൽ ഏതെങ്കിലും സബ്ജക്ട്സ് വേണമെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്യാം, നമുക്ക് അതനുസരിച്ച് വീഡിയോസ് ചെയ്യാം. അപ്പോൾ എന്തായാലും ഏത് എക്സാമിനാണോ പങ്കെടുക്കുന്നത് അതിന് നിങ്ങൾക്ക് വിജയം കൈവരിക്കാനാവട്ടെ. എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു.